2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 11 മണിക്കാണ് ബജറ്റ് അവതരണം. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റും ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റുമാണ് ഇത്. ഇടത്തരക്കാർക്കും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കും എല്ലാം കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായിരിക്കും ബജറ്റ് എന്നുള്ള സൂചന പ്രധാനമന്ത്രിയും ഒപ്പം രാഷ്ട്രപതിയും എല്ലാം നൽകിയിട്ടുണ്ട്. എന്തായിരിക്കും ഇനിയും നിർമ്മല സീതാരാമന്റെ കൈവശമുള്ളത്? മറ്റെന്തെങ്കിലും മാജിക്കിലൂടെ കേരളത്തെയും സഹായിക്കുന്ന തീരുമാനമുണ്ടാകുമെന്ന് കാണാം. കഴിഞ്ഞ ബജറ്റുകളെ അമൃതകാലത്തിലേക്കുള്ള ബജറ്റ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരുന്നത്. 2047 ഇന്ത്യ വികസിത രാജ്യമാകും, അതിലേക്കുള്ള ഒരു റോഡ് മാപ്പ് എന്നുള്ള നിലയിലാണ് പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ ബജറ്റുകൾ. ഒപ്പം ഇന്ത്യയിൽ 4 ജാതികളാണുള്ളത് എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. യുവാക്കൾ, പാവപ്പെട്ടവർ, കർഷകർ തുടങ്ങിയ സ്ത്രീകൾ, അങ്ങനെ ആ ജനവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സാധാരണക്കാർക്കുള്ള വെൽഫെയർ മെഷേഴ്സ് പ്രഖ്യാപിക്കുമോ, അതോ സാമ്പത്തിക അച്ചടക്കം, സാമ്പത്തിക ദൃഢീകരണ പാതയിലായിരിക്കുമോ, അതോ പോപ്പുലിസ്റ്റ് ആകുമോ, ജനപ്രിയയാകുമോ നിർമ്മല സീതാരാമൻ? ഇതൊക്കെ നമുക്കറിയാനുണ്ട്. 10:48 ആയിരിക്കും സമയം. ഇനി 12 മിനിറ്റുകളാണ് ബാക്കിയുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, BJP സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആയ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കാരണം കഴിഞ്ഞ 3 തവണയായി BJP ജയിക്കാൻ അവിടെ ശ്രമിക്കുന്നു. ഡൽഹി 1998 ശേഷം BJP ഭരിച്ചിട്ടേയില്ല. 3 ടേം ഷീലാ ദീക്ഷിത് കോൺഗ്രസ് ഭരിച്ചു. അതിനുശേഷം 3 ടേം അരവിന്ദ് കെജ്രിവാൾ ഭരിച്ചു. 3 ടേമല്ല, 3 തവണ മുഖ്യമന്ത്രിയായി, 2 ഫുൾ ടൈം. അപ്പോൾ ഇനി അങ്ങനെ 6 തവണയായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന BJPക്ക് അധികാരത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ അവിടുത്തെ സാലറീഡ് ക്ലാസ്സിനെ, മിഡിൽ ക്ലാസ്സിനെ, ഡൽഹിയുടെ കോസ്മോപൊളിറ്റൻ ജനങ്ങളെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള എന്തെങ്കിലും സോപ്പ് ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അടുത്ത വർഷം ഈ വർഷം അവസാനം നവംബർ മാസത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ബീഹാറിൽ പരാജയമുണ്ടായാൽ NDA മുന്നണിയിൽ നിന്ന് JDU പുറത്തു പോകുമോ തുടങ്ങിയ കാര്യങ്ങൾ പോലും നമുക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ കമ്പൽഷൻ, രാഷ്ട്രീയമായ സമ്മർദ്ദം നേരിടുന്നുണ്ട് ധനമന്ത്രി. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലുള്ള ബജറ്റ് ആകുമോ, എല്ലാം നമ്മൾ അറിയാൻ കാത്തിരിക്കണം. ബസന്ത നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഷ്ട്രീയ ബജറ്റായിരിക്കുമോ, ജനപ്രിയ ബജറ്റായിരിക്കുമോ, ഏതിനായിരിക്കും പ്രാമുഖ്യം ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ബജറ്റ് വരുന്നു. അതോടൊപ്പം തന്നെ രാജ്യം സുസ്ഥിര വികസനത്തിലേക്ക് കടന്നു വരണമെന്നുള്ള നിരീക്ഷണം കേന്ദ്ര സർക്കാരിനുണ്ട്. അതനുസരിച്ചുള്ള ഭാവിയെ സമ്പുഷ്ടമാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ടുള്ള ഒരു ബജറ്റ് വരുമോ? എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പി ബസന്ത്? മാർഷൽ നേരത്തെ പറഞ്ഞത് തന്നെ, ജനപ്രിയതയിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു പൊളിറ്റിക്കൽ ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ നിർണായകമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJP മുന്നിൽ കാണുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അവ കൂടി ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ ആദായ നികുതി ഘടനയിലെ മാറ്റം, ഭവന വായ്പയുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ, അതായത് നിലവിലുള്ള പലിശ നിരക്ക് കുറയ്ക്കണം എന്നുള്ളൊരു ആവശ്യം വളരെ കാലമായി തന്നെ ഉണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിധി എന്ന് പറയുന്നത് 45 ലക്ഷം രൂപ വരെയുള്ള വീടുകൾക്കാണ്. അപ്പോൾ ആ പരിധി ഉയർത്തണം എന്നുള്ളൊരു ആവശ്യം വളരെ കാലമായി തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇടത്തരക്കാരുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവർ പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലമാണ്. വിള ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, മറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള പണം കണ്ടെത്തേണ്ടതുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി എന്തായിരുന്നാലും അതിനുള്ള പണം കൂട്ടുന്നു എന്നുള്ളൊരു അവകാശവാദം കഴിഞ്ഞ എല്ലാ തവണയും സർക്കാർ നടത്തിയിട്ടുണ്ട്. ഞങ്ങളത് വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കൂട്ടി തന്നെയാണ് ഞങ്ങൾ നൽകുന്നത്. പക്ഷേ അതിൻ്റെ ആ ചോർച്ച ഒഴിവാക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും BJPയുടെ വക്താവ് അവകാശപ്പെട്ടത്, ഞങ്ങൾ ആ ചോർച്ച അല്ലെങ്കിൽ ഈ അതിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ഒരു സമ്പ്രദായം ഞങ്ങൾ നിർത്തി ആധാർ അടിസ്ഥാനമാക്കി കൃത്യമായി ഗുണഭോക്താക്കൾക്ക് മാത്രം നൽകുന്ന ഒരു സാഹചര്യം കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും സുപ്രധാനമായി ഇനി നോക്കേണ്ടത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഒരു 4 ബജറ്റുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ തോതിലുള്ള ഊന്നൽ സർക്കാർ നൽകിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തവണയും അത് കൂട്ടി നൽകും. അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള സേനാ പിന്മാറ്റം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സേന അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ ആയുധം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ നമ്മൾ വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് മേക്ക് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതായത് പടക്കപ്പലുകളായിരുന്നാലും മറ്റ് ആയുധങ്ങളായിരുന്നാലും ഒക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ള ആ നടപടി തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള പണം കണ്ടെത്തേണ്ടതുണ്ട്. വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പണം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിർണായകമായ ഒരു കൂടിക്കാഴ്ച അടുത്ത മാസം അമേരിക്കയിൽ നടക്കുന്നു. അതായത് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ വെച്ചിട്ടാണെങ്കിൽ സ്റ്റെൽത്ത്
യുദ്ധ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിന് വിൽക്കുന്നതിന് അമേരിക്ക വലിയ സമ്മർദ്ദം പുലർത്തുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു നിക്ഷേപം അക്കാര്യത്തിൽ വേണ്ടിവരും. പണം കണ്ടെത്തേണ്ടതുണ്ട്. ആ സമ്മർദ്ദത്തെ ഇന്ത്യ മറികടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും യുദ്ധവിമാനങ്ങൾ നവീകരിക്കേണ്ടതും പുതിയ ആധുനിക യുദ്ധവിമാനങ്ങൾ വേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെ ഈ സ്റ്റെൽത്ത് എന്ന് പറയുന്ന വലിയ വില വരുന്ന ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ വില വരുന്ന ഒരു സ്റ്റെൽത്ത് വാങ്ങാനുള്ള ഇന്ത്യ ആ നിലയിലേക്ക് പോകും. അപ്പോൾ പ്രതിരോധ രംഗത്ത് കൂടുതൽ നീക്കിയിരിപ്പിന്റെ ആവശ്യങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്നുള്ള നിലയ്ക്ക് ഏതെല്ലാം മേഖലകളെയാണ് ധനമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗങ്ങളിൽ നൽകിയ സൂചനകൾ, അവരുപയോഗിച്ച വാക്കുകൾ എന്തെങ്കിലും ഒരു സൂചന നൽകുന്നുണ്ടെങ്കിൽ അത് ഈ വരാൻ പോകുന്ന ബജറ്റ് പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും വേണ്ടിയുള്ളതാണ്. പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ലക്ഷ്മി ദേവി പാവപ്പെട്ടവരെയും ഇടത്തരക്കാർക്കും വാരിക്കോരി നൽകട്ടെ എന്നുള്ളതാണ് ആ വാചകം അദ്ദേഹം എടുത്ത് പ്രയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് ആ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെ ആകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അഭിലാഷ്, എന്തായാലും നിർമ്മല സീതാരാമൻ ലക്ഷ്മി ദേവി ആകുമോ, സമ്പത്തിന്റെ ദേവതയാകുമോ എന്നുള്ളത് കാത്തിരിക്കാം. സാധാരണക്കാരെ സംബന്ധിച്ച് ലക്ഷ്മി ദേവി കനിയുമോ എന്നുള്ളത് കാത്തിരിക്കണം. സാധാരണക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, ഇടത്തരക്കാരെ സംബന്ധിച്ചും. ഇടത്തരക്കാരാണ് ടാക്സേഷൻ റെജിമിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നത്. അതിൽ ടാക്സേഷനിൽ എന്ത്, ഡയറക്റ്റ് ടാക്സിന്റെ കാര്യത്തിൽ എന്ത്, ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ എന്ത് എന്നുള്ളതാണ് ഇടത്തരക്കാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശമ്പളം വാങ്ങി കഴിയുന്ന ആൾക്കാർ, വ്യവസായികളെക്കാൾ അപ്പുറത്തേക്ക് ശമ്പളം വാങ്ങുന്നവർ, ഇടത്തര കച്ചവടം ചെയ്യുന്നവർ, അവരുടെ ആദായ നികുതിയിലുണ്ടാകുന്ന ഘടനയിലുണ്ടാകുന്ന മാറ്റം എത്രയായിരിക്കുമെന്നായിരിക്കും പ്രധാനമായും ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം. തീർച്ചയായും. ഒപ്പം മറ്റേതെങ്കിലും തരത്തിലുള്ള നികുതി ഇളവുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യം. ഇപ്പോൾ GST കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. GST നിലവിൽ വന്നതോടുകൂടി ടാക്സേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാരുകൾക്ക് പരിമിതിയുണ്ട്. അപ്പോൾ അതിനപ്പുറത്തുള്ള പ്രത്യേകിച്ച് പിന്നെ വിപണിയിലെ പണലഭ്യത കൂട്ടാനായും ഒന്ന് സമൂഹത്തെ ഒന്ന് കുറച്ചുകൂടി ഉണർത്താനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇനി